ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം. ഇന്നിപ്പോൾ നമ്മൾ വന്ന് ടാങ്ക് കണക്ടർ ലീക്കായി കേസ് കേട്ടോ. അപ്പോൾ ടാങ്ക് കണക്ടറൊക്കെ മാറ്റി. അപ്പോൾ പുതിയൊരു കാര്യം കണ്ടപ്പോൾ ഒന്ന് നമ്മളെ പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ്. സംഭവം വേറെ ഒന്നുമല്ല, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ പൈപ്പിനൊരു ഷെയ്ക്കുണ്ട്, ഉണ്ടോ ഉണ്ടോ? ആ സിമെൻറ്റ്, ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഈ പൈപ്പ് ലൂസായിട്ട് അവിടെ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ ടാങ്ക് ലീക്ക് അല്ലെങ്കിൽ വാർപ്പ് ലീക്ക് എന്നൊക്കെ പറയുന്നവർക്കുള്ള പരിഹാരം കേട്ടോ. ഇത് കണ്ടതാ, പൈപ്പ് ഇളകുന്ന കണ്ടതാ. ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് എന്തെല്ലാം ഫിക്സല്ല. അപ്പോൾ ഇതിന് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വാട്ടർ പ്രൂഫിൻ്റെ കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഈ ഭാഗം ഒന്ന് പൊട്ടിച്ചിട്ട് നല്ലോണം പൊട്ടിച്ച് വൃത്തിയാക്കിയിട്ട് മാറ്റി അടയ്ക്കാം. ഇപ്പോൾ ഏകദേശം 2ാം നിലൻ്റെ മുകളിൽ വേറെ അപ്സ്റ്റെയർ കെട്ടി ഉണ്ടാക്കിയ ടാങ്ക് കേട്ടോ. ഇനി ഇതേപോലെ ഇതാക്കണം. ഈ അടിയിൽ കാണുന്ന പോർഷൻ, ഈ പോർഷനും ഈ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മുന്നിട്ട് കാണണം. ഇപ്പോൾ ഇതാണ്ടതാ, ഈ ഒരു സൈഡ് നോക്കിയാൽ നല്ലോണം കാണാൻ പറ്റും. നല്ലതാ, ഈ ഒരു സൈഡ് ഉണ്ടോ? ശരിക്കും ഗ്യാപ്പ് എന്നായിട്ട് ഉണ്ട്. വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, ഉണ്ടോ? ഇത് നല്ല ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളെ വാർപ്പിൻ്റെ വലിയ ലീക്കുകൾ ഒഴിവാക്കാൻ പറ്റട്ടോ. അപ്പോൾ ഒരറിവായിട്ട് വന്നാണ് ഞാനിപ്പോൾ ഇന്നിവിടെ കണ്ടപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ച്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും.